Good morning, students. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ആണ്. ലീനിയർ ആൾജിബ്രയിലെ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഫോർ വിച്ച് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 2x plus 3y plus 5z is equal to 9, 7x plus 3y minus 2z equal to 8, 2x plus 3y plus alpha z equal to beta has no solution, unique solution, infinite number of solution. ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് യൂണിവേഴ്സിറ്റി ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഫോർ എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഇതാണ് നമ്മുടെ 9A ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതെങ്ങനെ കിട്ടണമെന്ന് നോക്കാം. അപ്പോ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ഏതൊക്കെ കേസില്? നോ സൊല്യൂഷന്റെ കേസില്, യുണീക് സൊല്യൂഷന്റെ കേസില്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷന്റെ കേസിൽ. 3 കേസിലും ആൽഫ എന്തായിരിക്കും, ബീറ്റ എന്തായിരിക്കും. അപ്പൊ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓഗ്മെന്ററി മെട്രിക്സ് എഴുതിയിട്ട് അതിനെ എക്ലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ആദ്യം ഓഗ്മെന്ററി മെട്രിക്സ് എഴുതാം. AB ഓഗ്മെന്ററി മെട്രിക്സ് ഏതാണ്? അത് എഴുതുമ്പോൾ സൂക്ഷിച്ച് എഴുതാം. ഫസ്റ്റ് ഇക്വേഷന്റെ 2 3 5 9, സെക്കൻഡ് ഇക്വേഷന്റെ 7 3 -2 8, മൂന്നാമത്തെ ഇക്വേഷൻ അതാണ് 2 3 ആൽഫ ബീറ്റ. അപ്പൊ ആദ്യം നമ്മൾ ഓഗ്മെന്ററി മെട്രിക്സ് കൃത്യമായിട്ട് എഴുതാം. ഫസ്റ്റ് റോയിൽ 2 3 5 9, സെക്കൻഡ് റോയിൽ 7 3 -2 8, തേർഡ് റോയിൽ 2 3 ആൽഫ ബീറ്റ. ഇത് നമ്മൾ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യന്റെ തന്നെ എല്ലാം നോക്കണം. ചില കുട്ടികൾക്ക് മിസ്റ്റേക്ക് സംഭവിക്കാറുണ്ട്. ഒരു മൈനസ് ഇടുകയോ ഒരു പ്ലസ് ഇടുകയോ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അവരുടെ വാല്യൂല് വ്യത്യാസം വരും, അവർ മൊത്തം മാർക്ക് പോകും. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് തന്നിരിക്കുന്ന ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് തന്നെയല്ലേ നോക്കാം. ഫസ്റ്റ് ഇക്വേഷന്റെ 2x plus 3y plus 5z equal to 9, അപ്പൊ 2 3 5 9. രണ്ടാമത്തെ 7 3 -2 8, അടുത്ത് 2 3 ആൽഫ ബീറ്റ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണ്? ഇതിനെ എക്ലോൺ ഫോമിലായിട്ട് കൺവേർട്ട് ചെയ്യാം. എക്ലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാൻ പോണ പ്രോസസ്സ് ഈക്വലൻ ടു, ഇവിടെ ഈ 2ന് താഴെയുള്ള 7നെ നമുക്ക് 0 ആക്കണം. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ R2 ചേഞ്ചസ് ടു 2R2 മൈനസ് 7R1. ഈ റോയിനെ 7 കൊണ്ട് 2 കൊണ്ട് ഗുണിക്കാം. ഈ റോയിനെ ഫസ്റ്റ് റോയിനെ 7 കൊണ്ട് ഗുണിക്കാം. എന്നിട്ട് അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്കൊരു പ്ലാൻ ചെയ്യാം. ഈ സെക്കൻഡ് റോയിനെ 2 കൊണ്ട് ഗുണിക്കുന്ന ഇവിടെ എഴുതാം. 7 14, 23 6, -4, 8 16, ഇങ്ങനെ എഴുതാം. അതായത് രണ്ടാമത്തെ റോയിനെ R2നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 7 14, 23 6, -4, 8 16. ഇനി ഫസ്റ്റ് റോയിനെ നമ്മൾ 7 കൊണ്ട് ഗുണിക്കുക. അപ്പൊ അതിന്റെ താഴെ എഴുതാം 14 7 3 21, 7 5 35, 9 7 63. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മിസ്റ്റേക്ക് വരാൻ സാധ്യത വളരെ കുറവായിരിക്കും. അതായത് രണ്ടാമത്തെ റോയിനെ 2 കൊണ്ട് ഗുണിച്ചു. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 7 14, 23 6, 2 4, -4, 8 16. ആദ്യത്തെ റോയിനെ 7 കൊണ്ട് ഗുണിച്ചു. 7 2 14, 7 3 21, 7 5 35, 9 7 63. ഇനി എന്ത് ചെയ്യണം? ഇതിൽ നിന്ന്, അതായത് 2R2ൽ നിന്ന് 7R കുറയ്ക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 0. ഇവിടെ 6 ൽ 21 കുറച്ച് എത്ര കിട്ടും? -5. -4 35 കുറച്ചാൽ -39, 16 63. ഡിഫറൻസ് ചെയ്യുമ്പോൾ എത്ര കിട്ടണേ? -47. കണ്ടോ? ഇങ്ങനെ ചെയ്താൽ മിസ്റ്റേക്കുകൾ കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എഴുതി 2 3 5 9. സെക്കൻഡ് റോ നമ്മൾ എഴുതുന്നത് എന്താണ്? 0 -5 -39 -47. നമ്മൾ ഇങ്ങനെ എഴുതാതെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും വാല്യൂല് അങ്ങോട്ട് വ്യത്യാസം വരും. മനസ്സിലിട്ട് ചെയ്യാണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആൻസർ കറക്റ്റ് ആയിരിക്കും. 0 -5 -39 -47. അടുത്ത എന്താണ്? R3 ചേഞ്ചസ് ടു R3 -R1. ഇവിടെ കുഴപ്പമില്ല. ഇവിടെ നമുക്ക് നേരിട്ട് കുറയ്ക്കാം. ഇവിടെ ഗുണിച്ചിടണമെന്നില്ല. ഈ 2ൽ നിന്ന് 2 കുറച്ചാൽ 0. പിന്നെന്താണ്? 3ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ നമുക്ക് 0. രണ്ടാമത്തെ എലമെന്റ് നമുക്ക് 0 കിട്ടി. ഇവിടെ ആൽഫ -5, ഇവിടെ എന്താണ്? ബീറ്റ -9.
അപ്പോൾ ഫസ്റ്റ് ഓപ്പറേഷൻ മാത്രം ബുദ്ധിമുട്ടുണ്ട്, രണ്ടാമത്തെ ഓപ്പറേഷൻ വളരെ സിമ്പിൾ ആണ്. അപ്പൊ 0 0 ആൽഫ -5 ബീറ്റ -9 ഇതൊരു എക്കലോൺ ഫോം ആണ്. ഈ എക്കലോൺ ഫോമിൽ നിന്നുകൊണ്ട് 3 ഡിഫറെന്റ് കേസിന്റെ ആൽഫ ബീറ്റ എന്താണെന്നാണ് നമുക്ക് പറയുന്നത്. ഒന്നാമത്തെ കേസ്, ഫസ്റ്റ് കേസ് നോ സൊല്യൂഷൻ. ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷനിലെ നോ സൊല്യൂഷൻ വരുന്നപ്പോഴാണ് റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ. റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും തുല്യമല്ലാതെ വരുന്ന കേസിലാണ് നോ സൊല്യൂഷൻ വരുന്നത്. അപ്പൊ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും തുല്യമല്ലാതെ വരണമെങ്കിൽ ഈ ആൽഫയുടെ വാല്യൂ എന്ത് വരണം? ആൽഫയുടെ വാല്യൂ 5. ആൽഫയുടെ വാല്യൂ 5 വന്നാൽ റാങ്ക് ഓഫ് എ എത്രയായിരിക്കും? റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 2. ഇനി ബീറ്റയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 9. ബീറ്റയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 9 വന്നാൽ റാങ്ക് ഓഫ് എ ബി എത്രയായിരിക്കും? 3. അപ്പോ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി, therefore no solution. അപ്പൊ നോ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ, നോ സൊല്യൂഷൻ സിസ്റ്റം ഓഫ് ഇക്വേഷന് നോ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ആൽഫയുടെ വാല്യൂ 5 ആയിരിക്കണം, മസ്റ്റ് 5 ആയിരിക്കണം. ആൽഫയുടെ വാല്യൂ 5 വന്നാൽ മാത്രമേ ഈ ലാസ്റ്റ് കോളം ഹൈഡ് ചെയ്ത് നോക്കുമ്പോൾ റാങ്ക് ഓഫ് എ നമുക്ക് എത്ര കിട്ടുള്ളൂ? റാങ്ക് ഓഫ് എ 2 കിട്ടുള്ളൂ. ഈ ബീറ്റയുടെ വാല്യൂ 9 ആകാൻ പാടില്ല. 9 ഒഴിച്ച് വേറെ എന്ത് വന്നാലും കുഴപ്പമില്ല. 9 വരാതിരുന്നു കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ ബി എത്ര വരും? 3 വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ റാങ്ക് ഓഫ് എ ബി, therefore system is inconsistent and no solution. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? യൂണീക് സൊല്യൂഷൻ. യൂണീക് സൊല്യൂഷൻ കിട്ടുന്നപ്പോഴാണ് റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് വരണം. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്ത് വരാൻ പാടില്ല? ആൽഫ നോട്ട് ഈക്വൽ ടു 5. ബീറ്റയുടെ വാല്യൂ എനി വാല്യൂ. ബീറ്റ എന്ത് വന്നാലും കുഴപ്പമില്ല. ആൽഫയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 5 വരാണെങ്കിൽ റാങ്ക് ഓഫ് എ എത്രയാണ്? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 3 ആണ്. ഇനി ബീറ്റയുടെ വാല്യൂ 9 വന്നാലും കുഴപ്പമില്ല, എന്ത് വന്നാലും കുഴപ്പമില്ല. റാങ്ക് ഓഫ് എ ബി എത്രയായിരിക്കും? റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു 3. നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? 3. നമ്പർ ഓഫ് അൺനോൺസ് 3 ആണ്. therefore യൂണീക് സൊല്യൂഷൻ. അപ്പൊ യൂണീക് സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആൽഫയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 5. ആൽഫയുടെ വാല്യൂ 5 ആകാൻ പാടില്ല. ബീറ്റ എന്ത് വന്നാലും കുഴപ്പമില്ല. അതാണ് യൂണീക് സൊല്യൂഷൻ കിട്ടാൻ ആൽഫ ബീറ്റ എന്ത് വാല്യൂ എടുക്കണം എന്നുള്ളതിന്റെ ആൻസർ. ഇനി മൂന്നാമത്തെ കേസ് എന്താണ്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. മൂന്നാമത്തെ കേസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ മൂന്നാമത്തെ കേസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ വരണമെങ്കിൽ ഈ ആൽഫയുടെ വാല്യൂ 5 വരണം. ആൽഫയുടെ വാല്യൂ 5 വന്നാൽ റാങ്ക് ഓഫ് എ എത്ര വരും? റാങ്ക് ഓഫ് എ എന്നുള്ള 2 വരും. ബീറ്റയുടെ വാല്യൂ എന്ത് വരണം? 9 വരണം. ആൽഫയുടെ വാല്യൂ 5ഉം ബീറ്റയുടെ വാല്യൂ 9ഉം വന്നാൽ റാങ്ക് ഓഫ് എ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. ഇവിടെ 0 വന്നു, ഇവിടെ 0 വന്നാൽ ഈ ലാസ്റ്റ് റോ മൊത്തം 0. അപ്പൊ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും. റാങ്ക് ഓഫ് എ 2 വന്നു, റാങ്ക് ഓഫ് എ ബി എത്ര വരും? 2 വരും. നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? നമ്പർ ഓഫ് അൺനോൺസ് നമുക്കറിയാം. നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആണ്. എക്സ് വൈ സെഡ് ആണ്, 3 ആണ്. അപ്പൊ എന്താണ്? റാങ്ക് ഓഫ് എ ഈക്വൽ റാങ്ക് ഓഫ് എ ബി ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. therefore rank of A equal to rank of AB less than number of unknowns. Therefore system have infinite solution. ഇപ്പൊ 3 കേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
അപ്പോ ഫസ്റ്റ് കേസിൽ നോ സൊല്യൂഷൻ വരുന്ന കേസിൽ എന്തായിരിക്കണം? ആൽഫയുടെ വാല്യൂ 5 ആയിരിക്കണം, ബീറ്റയുടെ വാല്യൂ 9 ആകാൻ പാടില്ല. വേറെ എന്ത് വന്നാലും കുഴപ്പമില്ല. രണ്ടാമത്തെ കേസ് യുണീക് സൊല്യൂഷന്റെ കേസിലോ ആൽഫ നോട്ട് ഈക്വൽ ടു 5. ആൽഫ 5 ആവാൻ പാടില്ല, ബീറ്റ എന്ത് വന്നാലും കുഴപ്പമില്ല, ബീറ്റ എനി വാല്യൂ. മൂന്നാമത്തെ കേസിലോ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷനിലോ ആൽഫ 5 ആവണം, ബീറ്റ 9 ആകണം. അങ്ങനെയാണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ കിട്ടും. ഇതാണ് നമ്മുടെ മൂന്നാം പാർട്ട് ബിയിലെ ലീനിയർ ആൾജിബ്ര എന്ന് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിന് എത്ര മാർക്കിന്റെയാണ്? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത് കേട്ടോ. അപ്പൊ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ ഓപ്പറേഷൻ നടത്തുമ്പോൾ, എലിമെന്ററി റോ വൈസ് ഓപ്പറേഷൻ നടത്തുമ്പോൾ വളരെ കൃത്യതയോടുകൂടി നടത്തണം. നമ്മൾ ഈ കുറയ്ക്കുന്നതിലും കൂട്ടുന്നതിലൊക്കെയാണ് കുട്ടികൾക്ക് മിസ്റ്റേക്ക് സംഭവിക്കാറുള്ളത്. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്തെ മാർജിനിൽ പോയി എഴുതിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പൊ എക്ലോൺ ഫോം ഇതാണ് നമുക്ക് കിട്ടുന്ന എക്ലോൺ ഫോം. 2 3 5 9 0 -5 -39 -47 0 0 ആൽഫ -5 ബീറ്റ -9. ഇതിൽ ആ സെക്കൻഡ് റോ ഡെവലപ്പ് ചെയ്യാനാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള. മറ്റതൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരൊറ്റ ഓപ്പറേഷൻ തന്നെ നമുക്ക് എക്ലോൺ ഫോം കിട്ടി. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഓരോ കേസ് എടുത്ത് പറയാം. കേസ് 1, കേസ് 2, കേസ് 3. നോ സൊല്യൂഷന്റെ കേസ്, യൂണിക് സൊല്യൂഷന്റെ കേസ്, മോർ ദാൻ 1 സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ഈ 3 കേസ് ഓർത്തിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസറെ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.